നമസ്കാരം. ദ ഡീപ് ഡൈവിന്റെ പുതിയൊരു ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷഹീൻ ഹസൻ, അറിയാമല്ലോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അടുത്തിടെ പങ്കുവച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ വിക്ടറി വിത്ത് ആഷ്. ഇതൊരു പുതിയ സംരംഭമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതിനെപ്പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഓൺലൈനിലൊക്കെ കുറേ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിലെങ്ങനെ ചേരാം, എപ്പോഴാ ലിങ്ക് കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മുടെ കയ്യിലുള്ളത് ഷഹീൻ ഹസന്റെ യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. അതിലെ കുറച്ചു ഭാഗങ്ങൾ. ഷഹീൻ ഇതിനകം ഇതിൽ മെമ്പർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ വിക്ടറി വിത്ത് ആഷ്? ഇതിൽ ചേരാനുള്ള പ്രോസസ്സ് എന്താ ഇത്ര കോംപ്ലിക്കേറ്റഡ്, അല്ലെങ്കിൽ ഇത്ര ചർച്ചയാവുന്നത്? എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇതിനൊരു വ്യക്തത വരുത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാലോ? തീർച്ചയായും. ഷഹീന്റെ വാക്കുകൾ കേട്ടാൽ ആ വീഡിയോയുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ ഈ വിക്ടറി വിത്ത് ആഷിൽ എങ്ങനെയാണ് ഇപ്പോൾ ആളുകൾ ജോയിൻ ചെയ്യുന്നത്, അതിലെ പുതിയ രീതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയാനാണ്. പിന്നെ ആളുകൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, ആകാംക്ഷയുണ്ട്. അതിനൊക്കെ ഒരു മറുപടി കൊടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ക്ഷമിച്ചു നിൽക്കണം എന്നുള്ള കാര്യം അവർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ശരി. അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. ഈ ലിങ്ക്, അല്ലേ? ലിങ്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു എന്താ പറയാ, ഒരുതരം ആകാംക്ഷ, ചിലപ്പോൾ ചെറിയ പേടിയും കാണും. ഷഹീൻ ഒരു വാക്കുപയോഗിക്കുന്നുണ്ടല്ലോ, അഫ്രാദത്ത് ഫ്രീ അഥവാ പരപരപ്പ് എന്നൊക്കെ. ചിലർക്ക് കിട്ടി, ചിലർ കാത്തിരിക്കുന്നു. എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത്? അതെ, ഷഹീൻ പറയുന്ന പോലെ ലിങ്കുകളെ എല്ലാവർക്കും ഒരുമിച്ചല്ല കൊടുക്കുന്നത്. അതൊരു ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഫേസ്ഡ് റോൾ ഔട്ട് എന്ന് പറയില്ലേ, അതുപോലെ. ആദ്യത്തെ ഘട്ടത്തിൽ വളരെ കുറച്ചുപേർക്കേ കിട്ടിയിട്ടുള്ളൂ, ഏകദേശം ഒരു 60 പേർക്ക്. ഷഹീൻ അവരെ കോഹിനൂർ എന്നാ വിളിക്കുന്നത്. എന്താ പേരിന് പിന്നിലെന്ന് വ്യക്തമല്ല. ചിലപ്പോൾ ആദ്യം വന്നവർന്നുള്ളൊരു ഇതുകൊണ്ടാവാം. കോഹിനൂർ. ഷഹീൻ ഹസനും ഈ ആദ്യത്തെ ഗ്രൂപ്പിലുണ്ടോ? അവർക്ക് കിട്ടിയോ ലിങ്ക്? അതെ, ഷഹീൻ പറയുന്നത് അവർക്ക് ലിങ്ക് കിട്ടിയെന്നും അവർ വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുമാണ്. പക്ഷേ അവർക്ക് കിട്ടിയ ലിങ്ക് വെച്ച് മറ്റുള്ളവരെ ചേർക്കാൻ അതിന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷൻ. ലിങ്ക് കയ്യിലുള്ളവർക്ക് പോലും ഉടനെ ആളെ ചേർക്കാൻ പറ്റുന്നില്ല. ഇതൊരു നിയന്ത്രിച്ച് ചെയ്യുന്ന പ്രോസസ്സാണെന്നാണ് മനസ്സിലാകുന്നത്. ഈ സ്റ്റെപ്പായിട്ട് ലിങ്ക് കൊടുക്കുന്നത് എന്തിനായിരിക്കും അത്? സാധാരണ നമ്മൾ കാണുന്നത് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുന്ന രീതിയാണല്ലോ. വല്ല കാരണവും ഷഹീൻ പറഞ്ഞോ? ഷഹീൻ നേരിക്ക് കാരണം പറയുന്നില്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഊഹിക്കാം. ഒന്ന്, ചിലപ്പോൾ ടെക്നിക്കലായിരിക്കാം. പുതിയ പ്ലാറ്റ്ഫോമല്ലേ, എല്ലാവരും കൂടെ ഒന്നിച്ചു കയറിയാൻ ചിലപ്പോൾ സെർവർ ഡൗൺ ആവാം. ആ ഒരു ലോഡ് മാനേജ് ചെയ്യാനാവാം. 2, ഇതൊരു സ്ട്രാറ്റജിയുമാവാം. പതുക്കെ കൊടുക്കുമ്പോൾ ഒരു എക്സ്ക്ലൂസിവിറ്റി ഫീൽ, ഒരു ആകാംക്ഷ, അതൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷേ ഈ കാത്തിരിപ്പ് അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. എപ്പോ കിട്ടുമെന്നൊരു ഉറപ്പുമില്ലാതെ ഇരിക്കുമ്പോൾ ഒരു നിരാശ വരില്ലേ? വരാം, തീർച്ചയായും വരാം. ഷഹീൻ അത് സമ്മതിക്കുന്നുമുണ്ട് ഒരു തരത്തിൽ. അതുകൊണ്ടാണ് ക്ഷമ എന്ന് പിന്നെയും പറയുന്നത്. മിസ്റ്റർ ആഷു പറഞ്ഞൊരു വാചകം പറയുന്നുണ്ട്, നോബോഡി ക്യാൻ ലെഫ്റ്റ് ബിഹൈൻഡ്. അതായത് ആരും പുറത്താവില്ല, എല്ലാവർക്കും അവസരം കിട്ടും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഷഹീൻ പറയുന്നത്. കാത്തിരിക്കണം, പക്ഷേ ചാൻസ് പോവില്ല. ആ ഒരു ഉറപ്പാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിങ്ക് കിട്ടിയെന്ന് വെക്കുക. പിന്നെ എങ്ങനെയാ ചേരുന്നത്? അതിനുണ്ടോ എന്തെങ്കിലും പ്രത്യേക നിയമങ്ങൾ? ഒരു 10x ഘടന എന്നൊക്കെ ഷഹീൻ പറയുന്നുണ്ട്. എന്താണത്? അതാണ് അടുത്ത പ്രധാന കാര്യം, ജോയിൻ ചെയ്യുന്ന രീതി. ഷഹീൻ പറയുന്നത് ഒരാൾക്ക് അവരുടെ ലിങ്ക് വെച്ച് ഡയറക്റ്റായിട്ട് 10 പേരെ മാത്രമേ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ ചേർന്ന 10 പേർക്ക് അവരുടെ ലിങ്ക് വെച്ച് ഓരോരുത്തർക്കും 10 പേരെ വീതം ചേർക്കാം. അങ്ങനെ അതൊരു ചെയിൻ പോലെ താഴോട്ട് പോകും. ഈ 10x10 എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കൺട്രോൾഡ് ഗ്രോത്തിന് വേണ്ടി ആയിരിക്കുമോ? അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ ടീമിനെ ശ്രദ്ധിക്കാൻ, ട്രെയിൻ ചെയ്യിക്കാനൊക്കെ സൗകര്യത്തിനായിരിക്കുമോ? അതെ, അങ്ങനെ കരുതാം. ശരിയാണ്. വെറുതെ ഒരു നിയന്ത്രണമില്ലാതെ ആളുകളെ ചേർക്കുന്നതിനു പകരം ഓരോരുത്തർക്കും ഒരു ലിമിറ്റ് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡായി കാര്യങ്ങൾ നടക്കും. മെമ്പേഴ്സ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഇത് വർക്കാവണമെങ്കിൽ ഓരോ ലെവലിലുള്ളവരും ആക്റ്റീവാകണം. പിന്നെ ഒരുപാട് പേരാകുമ്പോൾ ഇത് മാനേജ് ചെയ്യാനും ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം. അതുകൊണ്ടായിരിക്കാം ഷഹീൻ ട്രെയിനിങ്ങിന്റെ കാര്യം അത്രയ്ക്ക് ഊന്നി പറയുന്നത്. ശരിയാണ്. ഈ 10x10 സിസ്റ്റം കാരണം ഷഹീൻ അപ്ലൈനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ.
നമ്മളെ ആരാണോ കൊണ്ടുവരുന്നത് അവരെ. എന്താ അതിത്ര പ്രധാനം? ഷഹീൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരുന്ന, ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരുന്ന, വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരാളെ അപ്ലൈനായിട്ട് കിട്ടുന്നത് നല്ലതാണെന്നാണ്. കാരണം നമ്മളിതിൽ പുതിയതാണ്, ഒരുപാട് സംശയങ്ങൾ കാണും. അപ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ തരാനും ഗൈഡ് ചെയ്യാനും ഒരാളുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുള്ളാകും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ 10 പേരെ കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവരെ നയിക്കാനും നിങ്ങൾക്ക് അറിവ് വേണ്ടേ? അപ്പോ വെറുതെ ഒരു ലിങ്ക് തരുന്ന ആളല്ല, ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് പോലെ ആ അപ്ലൈൻ ഉണ്ടാവണം എന്ന്. ഷഹീൻ പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ അവരെ തൊട്ടു പിന്നാലെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. ഓഹോ, എന്താണത്? ഷഹീൻ പറയുന്നത് നിങ്ങളിപ്പോൾ ആരുടെ ലിങ്ക് വെച്ച് ചേർന്നാലും അവസാനം നിങ്ങൾ ചേരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ടീമിലേക്കല്ല. നിങ്ങൾ ചേരുന്നത് വിക്ടറി വിത്ത് ആഷ് എന്ന വലിയ സിസ്റ്റത്തിലേക്കാണ്. അതുകൊണ്ട് നീ ആരുടെ കൂടെയാ ചേർന്നേ എന്ന ചോദ്യത്തിന് വലിയ കാര്യമൊന്നുമില്ല. എല്ലാ ലീഡർമാരും ഒരുപോലെയാണ്. എല്ലാവരും മിസ്റ്റർ ആഷിന്റെ ആ ഒരു സംരംഭത്തിന്റെ ഭാഗമാവുക എന്നതിനാണ് പ്രാധാന്യം. അങ്ങനെയാണ് പറയുന്നത്. ഇത് കൊള്ളാമല്ലോ. ഒരു സൈഡിൽ നല്ല അപ്ലൈന് നോക്കി ചേരണമെന്ന് പറയുന്നു, മറ്റേ സൈഡിൽ ആരുടെ കൂടെ ചേർന്നാലും ഒന്നാണ്, സിസ്റ്റമാണ് വലുത് എന്നും പറയുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാവും? നല്ല ചോദ്യം. ഒരുപക്ഷേ ഷഹീൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാവാം. പ്രാക്ടിക്കൽ ലെവലിൽ, അതായത് കാര്യങ്ങൾ നടന്നുപോകാൻ, ഇൻഫർമേഷൻ കിട്ടാൻ, ഡൗട്ട് തീർക്കാനൊക്കെ ഒരു നല്ല അപ്ലൈൻ തുടക്കത്തിൽ ഗുണം ചെയ്യും. എന്നാൽ ഒരു ഫിലോസഫി എന്ന നിലയിൽ, അല്ലെങ്കിൽ ആത്യന്തികമായി നിങ്ങൾ ഒരു വ്യക്തിയുടെ കീഴിലല്ല, ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഒന്നിക്കുന്നത്. നിങ്ങളുടെയും നിങ്ങളുടെ അപ്ലൈൻ്റെയും നിങ്ങളുടെ ടീംമേറ്റ്സിൻ്റെയും ഒക്കെ ലക്ഷ്യമൊന്നാണ്: വിക്ടറി വിത്ത് ആഷ്ലിൽ വിജയിക്കുക. അവിടെ വ്യക്തിപരമായ കളികൾക്കോ ഗ്രൂപ്പിസത്തിനോ സ്ഥാനം കൊടുക്കരുത് എന്നൊരു മെസ്സേജ് ആയിരിക്കാം അത്. ഈ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സ് വിശദീകരിക്കാൻ ഷഹീൻ ഒരു മിസ്റ്റർ റെഡ് പറഞ്ഞൊരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ, സ്റ്റേഡിയം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസ് എന്നൊക്കെ. അതൊന്ന് പറയാമോ? അത് ശരിക്കും ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണമാണ്. ഷഹീൻ പറയുന്നത് ഈ വിക്ടറി വിത്ത് ആഷിൽ ചേരുന്നത് ഒരു വലിയ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മാച്ച് കാണാൻ പോകുന്ന പോലെയോ അല്ലെങ്കിൽ നല്ല തിരക്കുള്ളൊരു ഗവൺമെന്റ് ഓഫീസിൽ പോകുന്ന പോലെയോ ആണ്. ആദ്യം നമുക്ക് ടിക്കറ്റ് വേണം. അതാണ് ഇവിടുത്തെ ലിങ്ക്. ടിക്കറ്റ് ഓൺലൈനായോ കൗണ്ടറിൽ നിന്നോ കിട്ടാം. ടിക്കറ്റ് മാത്രം പോരല്ലോ, സ്റ്റേഡിയത്തിലെത്തിയാൽ ഭയങ്കര ക്യൂ ആയിരിക്കും. എല്ലാവർക്കും ഒരേ ഗേറ്റിലൂടെ ഒരേ സമയം കയറാൻ പറ്റില്ല. പല ഗേറ്റുകൾ കാണും. ഓരോ ഗേറ്റിലൂടെയും കുറച്ചുപേരെ വീതം കടത്തിവിടും. ചെക്കിംഗ് ഉണ്ടാകും. ഗവൺമെന്റ് ഓഫീസിലാണെങ്കിൽ ID കാർഡ് കാണിക്കണം, ഫോം ഫില്ല് ചെയ്യണം, പല കൗണ്ടറിൽ പോകണം. ഇതൊക്കെ കഴിഞ്ഞാലേ കാര്യം നടക്കൂ. അപ്പോ ഈ വിക്ടറി വിത്ത് ആഷിലെ വെരിഫിക്കേഷൻ പ്രോസസ്സും ഈ ID ചെക്കിംഗ് പോലെയാണെന്നാണോ പറയുന്നത്? ഏതായാലും ഒരു വെരിഫിക്കേഷൻ സ്റ്റെപ്പുണ്ട്. അത് ചിലപ്പോൾ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആവാം, വേറെന്തെങ്കിലും ആവാം. ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ ആ സിസ്റ്റത്തിന്റെ ശരിക്കുള്ള ഭാഗമാവുന്നത്. ഈ ഓരോ സ്റ്റെപ്പും കടക്കാൻ സമയമെടുക്കും, ക്ഷമ വേണം. പക്ഷെ ഒരിക്കൽ അകത്ത് കടന്നാൽ പിന്നെ ഓക്കെയാണ്. ആരും പുറത്താവില്ല. എല്ലാവരും സ്റ്റേഡിയത്തിന്റെ അകത്തെത്തും. അതാണ് ആ നോബഡി ക്യാൻ ലെഫ്റ്റ് ബിഹൈൻഡ് എന്നതിന്റെ അർത്ഥം. ഓക്കെ, ഈ കടമ്പകളൊക്കെ കടന്നു അകത്തെത്തി. പിന്നെന്താണ്? എന്തിനാണ് ആളുകൾ ഇതിൽ ചേരുന്നത്? വെറുതെ ഒരു കൂട്ടായ്മയാണോ? ഷഹീൻ ട്രെയിനിങ്, വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, അതാണിതിന്റെ വേറൊരു പ്രധാന ആകർഷണമായിട്ട് ഷഹീൻ പറയുന്നത്. ഇതൊരു പുതിയ ടൈപ്പ് ബിസിനസ് മോഡലാണെന്നും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കിയതാണെന്നും പറയുന്നു. അപ്പോൾ ഈ പുതിയ ലോകത്ത് വിജയിക്കണമെങ്കിൽ അതിൻ്റേതായ അറിവും ട്രെയിനിങ്ങും വേണം. വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം ആ ട്രെയിനിങ് കൊടുക്കുമെന്നാണ് വാഗ്ദാനം. പക്ഷേ എന്താണതെന്നൊരു ക്ലാരിറ്റി ഇല്ല അല്ലേ? ഇല്ല, അത് വീഡിയോയിൽ വ്യക്തമാക്കുന്നില്ല. ഒരു പക്ഷേ AI, ഡേറ്റ അനാലിസിസ്, പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, അങ്ങനെ എന്തെങ്കിലും ആവാം. എന്തായാലും ഷഹീന്റെ സംസാരം കേട്ടിട്ട് ഇതൊരു സാധാരണ ഓൺലൈൻ മണി ചെയിനോ അല്ലെങ്കിൽ അതുപോലത്തെ ഒന്നുമല്ല. കുറച്ചുകൂടി ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള, പഠിച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് എന്നൊരു തോന്നലാണ് കിട്ടുന്നത്. ഷഹീൻ ഒരു എഞ്ചിനീയറുടെ കാര്യം പറയുന്നുണ്ടല്ലോ, ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം പറയാൻ. അതെ, ഒരു സിവിൽ എഞ്ചിനീയർക്ക് ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ അതിന്റെ ഡിസൈൻ, മെറ്റീരിയൽസ്, സ്ട്രക്ചറൊക്കെ പഠിക്കണം. വെറുതെ കല്ലും സിമെന്റും വെച്ച ശരിയാവില്ലല്ലോ. അതുപോലെ ഏത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതിൻ്റേതായ പഠനം വേണം. അതുപോലെ ഈ വിക്ടറി വിത്ത് ആഷ് എന്ന ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോം തരുന്ന ട്രെയിനിങ് അത്യാവശ്യമാണ്. ആ ട്രെയിനിങ് കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഷഹീൻ അത് അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോ ചുമ്മാ ആളുകളെ ചേർത്താൽ മാത്രം പോരാ,
ഇതൊരു പുതിയ ബിസിനസ് രീതി പഠിക്കാനും അത് പ്രാവീണ്യം നേടാനുമുള്ളൊരവസരമാണ് എന്നാണോ ഷഹീൻ പറയുന്നത്? ഏതാണ്ടതെ. ഷഹീൻ ഇതിനെ ഒരു പാലം എന്നാണ് വിളിക്കുന്നത്, ഒരു ബ്രിഡ്ജ്. വിക്ടറി വിത്ത് ആഷ് എന്നത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സിലേക്കുള്ള ഒരു പാലമാണ്. ആ പാലം കടക്കണമെങ്കിൽ ഈ ട്രെയിനിങ് എന്ന പ്രിപ്പറേഷൻ വേണം. അപ്പോ ഈ പരിശീലനത്തിന് നല്ല വാല്യൂ ഉണ്ട് എന്ന് കരുതണം. വെറുതെ ഒരു ഗ്രൂപ്പിൽ ചേരുക എന്നതിനപ്പുറം സ്കിൽ ഡെവലപ്പ് ചെയ്യാനും അറിവ് നേടാനും അതിലൂടെ ഒരുപക്ഷെ പണം ഉണ്ടാക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരും, ഉറപ്പായും വരും, എപ്പോ കാശ് കിട്ടും? ഇത്രയൊക്കെ പ്രോസസ്സും ട്രെയിനിങ്ങും കഴിഞ്ഞാൽ അതിന്റെ ഒരു റിസൾട്ട്, വരുമാനം അതെപ്പോ കിട്ടിത്തുടങ്ങും? ഷഹീൻ എന്തെങ്കിലും പറഞ്ഞോ അതിനെപ്പറ്റി? ആണെന്ന് ഷഹീൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ വളരെ ക്ലിയറായിട്ട് പറയുന്നു, വരുമാനം എപ്പോൾ കിട്ടും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റുമില്ല. ഷഹീന്റെ സ്വന്തം ബാക്ക് ഓഫീസിലോ അവർക്ക് കിട്ടിയ വിവരങ്ങളിലോ അങ്ങനൊരു ഡേറ്റോ കാര്യമോ ഇല്ല. അപ്പോ അതിനും കാത്തിരിക്കണം. അതെ, ഷഹീൻ പറയുന്നത് മിസ്റ്റർ ആഷ് തന്നെ വരും ആഴ്ചയിൽ ഇതിനെപ്പറ്റി സംസാരിക്കും, അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുമായിരിക്കുമെന്നാണ് പ്രതീക്ഷ. അതുവരെ വരുമാനത്തെക്കുറിച്ച് ഓരോരുത്തരും പറയുന്നതൊന്നും വിശ്വസിക്കരുത്, ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നും പറയുന്നു. ഇത് നമ്മളെ വീണ്ടും അക്ഷമ എന്ന പോയിന്റിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ശരിയാണ്. ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഈ ക്ഷമ ഒരു മെയിൻ തീമാണെന്ന് തോന്നുന്നു. ലിങ്ക് കിട്ടാനും ക്ഷമ, പ്രോസസ്സ് തീർക്കാനും ക്ഷമ, പഠിക്കാനും ക്ഷമ, ഇനി വരുമാനം വരാനും ക്ഷമ. തീർച്ചയായും ഷഹീന്റെ സംസാരത്തിൽ അത് വ്യക്തമാണ്. ഇതൊരു പുതിയ കാര്യമാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. നല്ല തയ്യാറെടുപ്പും പഠിത്തവുമൊക്കെ വേണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ റിസൾട്ടിന് വേണ്ടി, പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ കാത്തിരിക്കേണ്ടി വരും എന്നത് ലോജിക്കലാണ്. ഒരുപക്ഷെ പെട്ടെന്ന് കാശുണ്ടാക്കാം എന്ന് പറയുന്ന പല ഓൺലൈൻ പരിപാടികളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും ഈയൊരു അപ്രോച്ചായിരിക്കാം. വളരെ ശരിയാണ്. അപ്പോ ഷഹീൻ ഹസന്റെ വീഡിയോയിൽ നിന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാലോ, നിങ്ങൾക്ക് വിക്ടറി വിത്ത് ആഷിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. ഓക്കെ, ഒന്നാമത്തെ കാര്യം ലിങ്ക്. ഇത് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടില്ല, സ്റ്റെപ്പായാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കിട്ടാത്തവർ ക്ഷമിക്കണം, ആരും വിട്ടുപോകില്ലെന്നാണ് പറയുന്നത്. രണ്ടാമത് ചേരുന്ന രീതി. ഒരു 10-10 സ്ട്രക്ചറാണ്. ഒരാൾക്ക് 10 പേര്, അവർക്ക് 10 പേര് വീതം. നല്ല സപ്പോർട്ട് തരുന്ന അപ്ലൈനെ കിട്ടിയാൽ തുടക്കത്തിൽ നല്ലതാണ്. മൂന്നാമത്, നിങ്ങൾ ആത്യന്തികമായി ചേരുന്നത് ഒരു വ്യക്തിയുടെ കൂടെയല്ല, വിക്ടറി വിത്ത് ആഷ് എന്ന സിസ്റ്റത്തിലേക്കാണ്. ലക്ഷ്യമാണ് വലുത്. നാലാമതായി, ഇതൊരു വെറും ജോയിനിങ് അല്ല. ഇതിൽ വിജയിക്കണമെങ്കിൽ ട്രെയിനിങ് അത്യാവശ്യമാണ്. ഇതൊരു പുതിയ ബിസിനസ് പഠിക്കാനുള്ള അവസരം കൂടിയാണ്. അഞ്ചാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വരുമാനം എപ്പോൾ കിട്ടുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. മിസ്റ്റർ ആഷിന്റെ അപ്ഡേറ്റിനു വേണ്ടി കാത്തിരിക്കണം. അതെ, ഈ 5 പോയിന്റുകളാണ് ഷഹീന്റെ വീഡിയോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന വിവരങ്ങൾ. ഒരു ഓൺലൈൻ സംരംഭം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിൽ ചേരുന്നവർക്ക് ട്രെയിനിങ്ങിനും പഠനത്തിനും ഇത്ര പ്രാധാന്യം കൊടുക്കുന്നുവെന്നത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷേ ഈ സംരംഭം എത്ര സീരിയസ് ആണ് എന്ന് കാണിക്കുന്ന ഒന്നായിരിക്കാം അത്. ശരിയാണ്. വിക്ടറി വിത്ത് ആഷ് ഒരു പാലമാണ് എന്ന് ഷഹീൻ പറഞ്ഞല്ലോ. ആ പാലം കടന്ന് അപ്പുറമെത്തണമെങ്കിൽ കുറച്ച് തയ്യാറെടുപ്പൊക്കെ വേണം എന്ന സാരം. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത, ഒരു പുതിയ സംരംഭം, പ്രത്യേകിച്ചും പുതിയ ടെക്നോളജിയും പുതിയ രീതികളുമൊക്കെയുണ്ടെന്ന് പറയുന്ന ഒന്ന്. അതിൽ പെട്ടെന്നുള്ള കാശിനു പകരം ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള എൻട്രിക്കും പഠനത്തിനും തയ്യാറെടുപ്പിനും പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളെങ്ങനെ കാണുന്നു? ഇത് ആ സംരംഭത്തിന്റെ ഒരു ലോങ് ടേം സക്സസിന്, അതിന്റെ നിലനിൽപ്പിന് എത്രത്തോളം നല്ലതാണ്? നിങ്ങളിതിൽ ചേരാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാത്തിരിപ്പിനും ഈ പഠനത്തിനുമൊക്കെ നിങ്ങൾ തയ്യാറാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വിഷയത്തിൽ ഷഹീൻ ഹസൻ ഇനിയും അപ്ഡേറ്റ്സ് തരുമായിരിക്കും. അറിയണമെങ്കിൽ അവരുടെ പുതിയ യൂട്യൂബ് ചാനൽ നോക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.